പടിഞ്ഞാറ് നിന്ന് മേഘങ്ങൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിക്കടലിൽ കാര്യമായിട്ടുള്ള മേഘങ്ങളില്ല, പക്ഷെ ഉള്ള മേഘങ്ങൾ വന്ന് പെയ്ത്ത് നമുക്ക് നന്നായിട്ട് തരുന്നുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് കൂടുതൽ മഴ എത്തും. വടക്കൻ കേരളത്തിലും മഴ രാത്രിയിലൊക്കെ നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത് ഭാഗത്തേക്ക് നല്ല ഇടിവെട്ട് മഴ, ന്യൂനമർദ്ദത്തിൻ്റെ കാറ്റ് കറക്കം പതുക്കെ നീങ്ങിയിട്ട് വരുന്നുണ്ട്. നല്ല ഇടിവെട്ട് മഴയായിരിക്കും. മഹാരാഷ്ട്ര, ഗുജറാത്ത് ഭാഗത്തേക്കാണ് അത് വരുന്നത്. ബംഗാൾ കടലിലും തെക്കൻ ചൈനീസ് കടലിലും മേഘങ്ങളുടെയും മഴയുടെയും ഒക്കെ ഉള്ളൊരു കാറ്റിൻ്റെയും ഒക്കെ ഒരു അംഗം തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഭാവിയിൽ പടിഞ്ഞാറോട്ട് വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ബംഗാൾ കടലിലും കൂടുതൽ സാധ്യത ഇനിയും ചക്രവാത ചുഴി അല്ലെങ്കിൽ ന്യൂനമർദ്ദമായിട്ട് ഒഡീഷ ഭാഗത്തേക്കൊക്കെ ആയിട്ട് കയറാൻ സാധ്യത വരുന്നുണ്ട് അടുത്ത ആഴ്ചയിലും. ഇതാണ് കാറ്റ് കറക്കം. ഒമാൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നല്ല കാറ്റ് കറക്കമുണ്ട്. ഇത് മേഘങ്ങളെ അറബിക്കടലിൽ ശക്തമാക്കുകയും ഒപ്പം തന്നെ അത് മിഡിൽ ഈസ്റ്റിലേക്ക് കയറി ഒമാൻ, UAE, ഖത്തർ, അവിടെയൊക്കെ സൗദി ഒക്കെ നല്ല ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കിഴക്കൻ ഭാഗത്ത് ആന്ധ്ര ഭാഗത്തുള്ള ന്യൂനമർദ്ദം ഇപ്പോഴും തൽക്കാലം അവിടെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ കിഴക്ക് നിന്നുള്ള ന്യൂനമർദ്ദം ഇങ്ങോട്ട് വരാനുള്ളൊരു സാധ്യത കൂടിയാണ്. തെക്കൻ ചൈനീസ് കടലിലുള്ള തീവ്ര ന്യൂനമർദ്ദമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ആൻഡമാൻ ഭാഗത്തേക്ക് ഒരു നീക്കം വന്ന് അടുത്ത ദിവസങ്ങൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് തന്നെ അത് ബംഗാൾ കടലിലൊരു ന്യൂനമർദ്ദമാകാനുള്ള ചെറിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണുന്നത് പോലെ ഈ രണ്ട് ന്യൂനമർദ്ദങ്ങൾക്ക് തെക്കൻ ചൈനീസ് കടലിലെ തീവ്ര ന്യൂനമർദ്ദവും അതുപോലെ ആന്ധ്ര ഭാഗത്തുള്ള ന്യൂനമർദ്ദവും ഈ രണ്ടിലേക്കും കൂടിയിട്ട് കാറ്റ് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് ശക്തമായിട്ട് വീശുന്നത് കണ്ടോ. ഒന്ന് നോക്കിയാൽ തെക്കൻ ചൈനീസ് കടലിലെ തീവ്ര ന്യൂനമർദ്ദം അല്ലെങ്കിൽ ചുഴലിയായിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിലേക്ക് പോകുന്ന കാറ്റാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് മഴ നൽകുന്നത്. ഈ മഹാരാഷ്ട്ര ഭാഗത്ത് വരുന്നത് നമ്മുടെ ആന്ധ്ര ഭാഗത്തേക്കുള്ള ന്യൂനമർദ്ദത്തിലേക്കുള്ളതാണ്. എന്തായാലും ഇത് തൽക്കാലം ശക്തിയായി തുടരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് രാത്രിയും അതുപോലെ നാളെയും ഒക്കെ മഴ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ കാണുന്ന മേഘങ്ങളുടെ മഴയുടെ പിക്ചറിനെ നിങ്ങൾ ആ കാറ്റിൻ്റെ പിക്ചറിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മഴയുടെ ഒരു അവസ്ഥ വരുന്ന രീതി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, അറബിക്കടലിലെ ന്യൂനമർദ്ദം, ആന്ധ്രാഭാഗത്തെ ന്യൂനമർദ്ദം, തെക്കൻ ചൈനീസിലെ ന്യൂനമർദ്ദം. ഈ കാറ്റ് കേരളത്തിൻ്റെ ഭാഗത്തേക്കും ശക്തമായിട്ട് വരുന്നുണ്ട്. അത് ശ്രീലങ്കയ്ക്കും തെക്ക് കൂടിയാണ് പോകുന്നത്. പക്ഷേ അതിലേക്കുള്ള